ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് കൂട്ടുകാരുടെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായി ഇരിക്കുകയല്ലേ? മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഞാനും ഇവിടെ സുഖമായി ഇരിക്കുന്നു. ഒരു 3-4 ദിവസമായി എനിക്ക് വീഡിയോ ഇടാനൊന്നും പറ്റിയിരുന്നില്ല. ഇടാഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് പനിയും തലവേദനയും കഫക്കെട്ടൊക്കെ കൂടി അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ശബ്ദത്തിനൊക്കെ വ്യത്യാസമായിരുന്നു. അപ്പം ശബ്ദമില്ലെന്ന് തന്നെ പറയണം. അതുകൊണ്ടൊക്കെയാണ് നമുക്ക് വീഡിയോ മുടങ്ങിപ്പോയത്. വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ശബ്ദം ക്ലിയർ അല്ലാത്തത് കൊണ്ട് തന്നെ ഇടാൻ പറ്റാതെ പോയതാണ്. അപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് എടുത്ത് വെച്ച വീഡിയോ ഞാൻ ഇടും. ഇത് ഇന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇടാതായപ്പോൾ വിളിച്ചന്വേഷിച്ചവരും അതുപോലെ തന്നെ വീഡിയോ മുടങ്ങിയത് എന്താണെന്ന് വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ചോദിച്ച കൂട്ടുകാരൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചെറിയൊരു വിശേഷങ്ങൾ നോക്കാം. രാവിലെ മക്കളെയൊക്കെ സ്കൂളിൽ വിട്ട ശേഷം നമ്മുടെ വീട്ടിലേക്ക് ഒന്ന് വന്നതാണ് കേട്ടോ. വീട്ടിൽ വന്നത് രാവിലെ വാപ്പച്ചി വിളിച്ചിരുന്നെ ഏലക്ക പഴുത്തോന്ന് നോക്കണം. വരുന്ന ഞായറാഴ്ച ഏലക്ക എടുക്കാൻ ചേച്ചിമാരെ വിളിക്കുക കൂടി ചെയ്യണം. എടുക്കാറായോ, പഴുത്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ കൂടി ഇറങ്ങിയതാണ്. നേരെ വന്ന് അടുക്കളയിലേക്ക് കയറിയതാണ്. അപ്പോൾ അമ്മച്ചി ഇവിടെ ദാണ്ടെ പായസം വെക്കുന്ന തിരക്കിലാണ്. പായസമാണ്, നെയ്യിലൊക്കെ വറുത്ത് എല്ലാം സെറ്റപ്പാക്കി വെച്ചിരിക്കുന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ഒരു തപ്പും ബഹളവും, പറ്റുമെങ്കിൽ ഫ്രിഡ്ജും എല്ലാം ഒന്ന് തപ്പി നോക്കും കേട്ടോ. അതെൻ്റെ ഒരു ശീലമാണ്. എൻ്റെ മാത്രമായിരിക്കുകയില്ല, നിങ്ങളിൽ പലരും അങ്ങനെ ചെയ്യുമായിരിക്കും. എന്താണെങ്കിലും ചട്ടിയും കലവും എല്ലാം ഒന്ന് പൊക്കി നോക്കിയ ശേഷം എൻ്റെ പറമ്പിലേക്കാണ് കേട്ടോ വെച്ച് പിടിച്ചിരിക്കുന്നത്. നമ്മൾ ഏലക്ക പഴുത്തവും നോക്കാനായിട്ട് മെയിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ വാപ്പച്ചി പറമ്പിലുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ നേരെ പറമ്പിലേക്ക് കയറിപ്പോയി. അപ്പം വാപ്പച്ചി ഏലമൊക്കെ ഞാൻ മുന്നേ കാണിച്ചിട്ടുള്ളതാണ്. 365 ദിവസവും രാവെന്നോ പകലെന്നോ ഇല്ലാതെ നല്ലതുപോലെ കഷ്ടപ്പെടുന്നതിൻ്റെ ഭാഗമാണ് ഈ ഏലക്കാട് ഇങ്ങനെ നിൽക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് പലതവണയും പറഞ്ഞിട്ടുമുണ്ട്. അവിടെ കാന്താരിയൊക്കെ നന്നായിട്ട് വിളഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ. അപ്പം വാപ്പച്ചി ഇവിടെ കവാത്ത് എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. ഞങ്ങൾ കയറി വരുമ്പം ഞാനും മാമിയും കൂടിയാണ് കയറി വന്നത്. അത്രത്തോളം തന്നെ വൃത്തിയായിട്ടാണ് ഏലക്കാട് വാപ്പച്ചി ഇടുന്നത്. അതുകൊണ്ടാണ് ഈ വീട്ടിൽ വരുമ്പോൾ എൻ്റെ അടുത്ത് പറയുന്നത് വൃത്തിയായി സൂക്ഷിക്കണമെന്ന്. അപ്പം സമയം കിട്ടുന്ന പോലൊക്കെ ഞാനും കവാത്തെടുത്ത് നോക്കും. വാപ്പച്ചിയെ പോലെ പകൽ മുഴുവൻ പറമ്പിൽ നിൽക്കാനായിട്ടുള്ള സമയം എനിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഏലത്തിനും അതിൻ്റേതായ വ്യത്യാസമുണ്ട്. ദാണ്ട നോക്കി ഏത് സമയവും ഈ ഏലത്തിൻ്റെ എന്തെങ്കിലും ഒരു പണിയായിട്ട് ഈ പറമ്പിൽ കാണും കേട്ടോ. ഇടയ്ക്ക് പണിക്കും പോവും. പണിക്ക് പോകാത്ത ദിവസങ്ങളാണ് കൂടുതലും ഫുൾ ടൈം പറമ്പിൽ കാണുന്നത്. അതല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ പറമ്പിൽ കറക്റ്റായിട്ടും വരും. എന്നും പണി ഉണ്ടാവുകയല്ലോ, മഴയൊക്കെ അല്ലേ. അതുകൊണ്ട് തന്നെ ഉള്ളതുപോലെ പണിയുള്ളതുപോലെ പോവുകയും ചെയ്യും. എന്നാലും കൂടുതൽ സമയം ഈ പറമ്പിലാണ് കേട്ടോ സ്പെൻഡ് ചെയ്യുന്നത്. പണി കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആണെങ്കിൽ ഈ പറമ്പിൽ വന്ന് കുറേയൊക്കെ കാടും പറിച്ച്, അതുപോലെ ഈ കാട് ഇങ്ങനെ കിടക്കണമെങ്കിൽ വാപ്പച്ചി അതുപോലെ കഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അറിയുന്നവർക്ക് നോക്കാൻ പറയാനില്ല. ഒരെണ്ണ അതിൻ്റെ തൊട്ട് മേലത്തെ പൊട്ടാ വാപ്പച്ചി. ഓരോ തൊട്ട് പോകാനേ കിട്ടുള്ളായിരിക്കും. എൻ്റെ കൈ കിട്ടുന്നുണ്ട്. വെള്ളമുണ്ട് വാപ്പച്ചി, പക്ഷെ തൊട്ട് മേലത്തെ കായ കിട്ടുന്നില്ല. ഒറ്റക്കായേ കിട്ടുന്നുള്ളൂ കേട്ടോ വാപ്പച്ചി. അല്ലാമേ ഇതല്ലേ നോക്കുന്നത് അല്ലേ? ഇതും നോക്കണ്ടേ? രണ്ടും എടുക്കാടി. ഇതെല്ലാം കൂടെ പറിച്ചെടുക്കുമല്ലോ ലിജിന. ഇത് വിളഞ്ഞത് അത് കരിങ്ക കണ്ടോ? എടുക്കാം. രണ്ടല്ല 3 എടുക്കാം. ഇങ്ങനെ വരുമ്പോൾ ഒരെണ്ണം കൂടെ എടുക്കാം. 3 എടുക്കാം. ഇനി കൂടുതൽ എടുത്താൽ വാപ്പച്ചി എന്നെ ചിലപ്പോൾ പിടി പിടിച്ചു പോലും. എടുക്കാറായി വാപ്പച്ചി. എനിക്ക് കാവിളഞ്ഞൊന്നും നോക്കാനൊന്നും അത്രയ്ക്ക് വശമില്ല. എങ്കിലും ഏകദേശമൊക്കെ പഠിച്ചെന്ന് തന്നെ പറയാം കേട്ടോ. പിന്നെ മാമിയുണ്ട്. മാമിക്ക് നന്നായിട്ട് തന്നെ അറിയാം കാവിളഞ്ഞതാണോ കരിങ്കായാണോ അതോ വരകരശാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. കയ്യിൽ പല ഐറ്റങ്ങളുണ്ട് കേട്ടോ. അടുത്ത ദിവസം കായ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കായയെക്കുറിച്ച് പറഞ്ഞു തരാം. കാരണം നല്ല എക്സ്പെർട്ടായ ചേച്ചിമാരാണ് വരുന്നത് ഞങ്ങൾക്ക്. അപ്പോൾ അവർ പറഞ്ഞു തരും. വീഡിയോയുടെ മുമ്പിലേക്ക് വരികയില്ലെന്നേ ഉള്ളൂ. കായയെക്കുറിച്ചും ഏലത്തെക്കുറിച്ചും ഒക്കെ നന്നായിട്ട് അവർക്കറിയാം. അവർ എൻ്റെ മുന്നിലത്തെ വീഡിയോ ഒക്കെ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം. അവർ വീഡിയോയ്ക്ക് മുന്നിൽ വരികയില്ല, പക്ഷേ കായയെക്കുറിച്ചൊക്കെ പറഞ്ഞു തരും. ഈ ശരത്തിൻ്റെയൊക്കെ നീളം കണ്ടോ? ഇത് മരുന്ന് മേടിച്ചടിച്ച് നീളമായതാണ് കേട്ടോ. വെച്ചപ്പം ഉള്ള നീളമല്ല. ഇതിനൊക്കെ പ്രത്യേകമായിട്ട് നമ്മൾ മരുന്നൊക്കെ അടിച്ചു കൊടുക്കുന്നതിൻ്റെ ഭാഗമാണ് ശരമൊക്കെ നന്നായിട്ട് നീണ്ടു വരുന്നത്. ഇതിൽ നീളമുള്ള ശരങ്ങൾ താഴോട്ടൊക്കെ ഉണ്ട്. ഞാൻ നിന്ന ഭാഗത്ത് നിന്നങ്ങ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതേ ഉള്ളൂ.
അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ, വാപ്പച്ചി ചെരുപ്പ് പോലും ഇടാതെയാണ് ഈ ഏലക്കാടിനകത്ത് നിന്ന് പണിയുന്നത്. അത്രയ്ക്ക് സൂക്ഷിക്കുന്നു. ഞാൻ വന്ന് ചെരുപ്പ് ഇട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോൾ തന്നെ 2-3 പ്രാവശ്യം പറഞ്ഞു കേട്ടോ, അതേ കയറി ചവിട്ടല്ല, ഇതേ കയറി ചവിട്ടല്ല, നിൻ്റെ ചെരുപ്പിട്ടെല്ലാം കായെല്ലാം പൊട്ടിച്ച് കളയില്ല. അങ്ങനെ 1-2 പ്രാവശ്യം ഒച്ചയൊക്കെ വെച്ചു. ഞാൻ അറിയാതെ ഏതോ ശരത്തേലൊക്കെ കയറി ചവിട്ടിയെന്നും പറഞ്ഞ് അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. ഇങ്ങനെ നടന്നു വരുന്ന ഭാഗത്ത് ശരം നീണ്ടു കിടക്കുന്നതിൽ അറിയാതെ കണ്ട ചവിട്ടി പോയതാണ്. ഈ ചെടി കണ്ടോ, ഈ ചെടിയൊക്കെ 4-ാം വർഷ ചെടികളാണ്. ഈ ചെടിയുടെ ഒപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ചെടി വെക്കുമ്പോൾ ആ സമയത്ത് തന്നെയാണ് എനിക്കും വീട്ടിൽ ചെടി വെച്ച് തന്നത്. അപ്പോൾ വാപ്പച്ചി നോക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വാപ്പച്ചിയുടെ ചെടിയിൽ കായും പൂവും തണ്ടും ഒക്കെ ഉണ്ട്, ചിമ്പൊക്കെ അടിച്ച് കയറുന്നുണ്ട്. അപ്പം ഞാൻ അത്ര വലിയ നോട്ടം എത്താഞ്ഞത് കൊണ്ടാണ്. പിന്നെ നമുക്കൊരു പരിധിയുണ്ട്, വീട്ടു ജോലികളും മക്കളുടെ കാര്യങ്ങളും കേക്കും അങ്ങനെ ഓരോരോ കാര്യങ്ങളും മുന്നോട്ട് പോയിട്ട് ബാക്കി കിട്ടുന്ന സമയം വേണം ഏലത്തിലേക്ക് ചിലവഴിക്കാനായിട്ട്. വാപ്പച്ചിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇവിടെ നിന്നാലും കുഴപ്പമില്ല, ടൈമുണ്ട്. അതിൻ്റെയൊക്കെ ഒരു വ്യത്യാസം വരും കേട്ടോ. മനുഷ്യൻ്റെ മണമടിക്കുമ്പോൾ ഏലത്തിന് നല്ല വ്യത്യാസം ഉണ്ടെന്ന് പല വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉത്തമ തെളിവാണ് കേട്ടോ ഈ കാട്, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ വർഷമൊക്കെ ഇതിലും കായായിരുന്നു. ഈ വർഷം വേനലിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ ഇവിടെ നമുക്ക് വെള്ളം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുടിവെള്ളത്തെ കൂട്ട് മേളിലൊരു ടാങ്ക് വെച്ച് അടിച്ച് കയറ്റി അവിടുന്ന് ഇങ്ങോട്ടൊക്കെ പകർത്തിയെടുക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് നനച്ച് കൊടുക്കുന്നതും വളം അടിക്കുന്നതുമൊക്കെ. അപ്പോൾ വെള്ളത്തിന് ബുദ്ധിമുട്ടൊക്കെ ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. അതുകൊണ്ടാണ് കേട്ടോ ചെടി ഇങ്ങനെ നിൽക്കുന്നത്. നല്ല കടുത്ത വേനൽ കുറേയേറെ നശിപ്പിച്ച് കളഞ്ഞു. എങ്കിലും വാപ്പച്ചിക്ക് വെള്ളം നനച്ച് കൊടുക്കാനായിട്ട് ഉണ്ടായിരുന്നു. നമുക്ക് വെള്ളമില്ലാതെയാണ് ചെടി പോയത്. അപ്പോൾ അതാണ്ട് ഈ ടാങ്കിൽ നിന്ന് താഴോട്ട് ഓസ് വലിച്ചെടുത്ത് അങ്ങനെ ചെറിയ ടാങ്കുകളിലേക്ക് എടുത്താണ് കേട്ടോ വെള്ളമൊക്കെ നനച്ച് കൊടുക്കുന്നതും മരുന്നടിക്കുന്നതും എല്ലാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വർഷം ആദ്യം വെച്ച് കൊടുത്ത ചെടികളാണ് കേട്ടോ. ജൂൺ മാസം വെച്ച് കൊടുത്ത ചെടികളാണെന്ന് തന്നെ പറയണം. അതിനെ നല്ലതുപോലെ പരിപാലിച്ചതാണ്. അതിലേക്ക് പുതിയ പുതിയ ചിമ്പുകളൊക്കെ വന്നേക്കുന്നത്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. വാപ്പച്ചിയുടെ പറമ്പ് ഏലത്തിനിടയ്ക്ക് വാഴയും കൂടെ വെച്ച് കൊടുക്കും. അപ്പം ആദ്യത്തെ ഒരു വർഷം കഴിയുമ്പോൾ തന്നെ വാഴ വിളവെടുത്ത് മാറ്റും, തട്ടയൊക്കെ പൊട്ടിച്ച് കളയും. അപ്പോഴത്തേന് വാഴക്കൊലയുമാകും, ഏകദേശം ഏലം ഒരുവിധമാകും. അങ്ങനെ ഈ പറമ്പിൽ നിറയെ വാഴ ഉണ്ടായിരുന്നു, എല്ലാം വിത്ത് പിരിച്ച് കളഞ്ഞേക്കുന്നതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു തെങ്ങൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കയറുമോ എന്നറിയില്ല, കാരണം ഏലത്തിൻ്റെ തണവ് കൊണ്ട് തെങ്ങ് കയറുമോ എന്നറിയില്ല. വെച്ച് കൊടുത്ത പോലെയാണ് നിൽക്കുന്നത്. എന്താണെങ്കിലും നോക്കാം നമുക്ക്. പിന്നെ ഇതൊക്കെ 2-ാം വർഷ ചെടി 3-ാം വർഷ ചെടിയൊക്കെയാണ് ഇപ്പുറം സൈഡിലോട്ട് വരുമ്പോഴേക്കും. ഇനി ഈ മുകളിലോട്ട് നിങ്ങൾ കാണുന്നത് 1-ാം വർഷ ചെടിയാണ് കേട്ടോ. കഴിഞ്ഞ വർഷം എൻ്റെ ചെടിയുടെ ഒപ്പം വെച്ച ചെടിയാണ്. അപ്പം അതൊക്കെ ഏകദേശം പിടിച്ചതാണ്ട് സെറ്റായി വരുന്നുണ്ട്. ഇനി നമുക്ക് കായ എടുക്കാൻ പറ്റുന്ന 4-ാം വർഷ ചെടിയെന്നും 3-ാം വർഷ ചെടിയെന്നും 2-ാം വർഷ ചെടിയെന്നും കായ എടുക്കാൻ പറ്റും ഈ പ്രാവശ്യം. ബാക്കിയൊന്നിലും കായായി തുടങ്ങിയിട്ടില്ല. കണ്ടോ, ഇതിലൊക്കെ കായായി തുടങ്ങുന്നതേ ഉള്ളൂ. ഒരു സൈഡിൽ നിന്ന് കാട് പറിച്ച് തീർന്നു വരുമ്പോൾ അടുത്ത സൈഡിൽ കാടാകും കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കണ്ടോ, ഞാൻ പറഞ്ഞല്ലോ വാഴ നട്ടു വെച്ചേക്കുന്ന കാര്യമൊക്കെ അതിൻ്റെ ആ തൈകളൊക്കെ ഇളക്കി കളഞ്ഞതാണ്. അപ്പം ഏകദേശം പറമ്പിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. ഇനി ഞാൻ തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങി പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. കണ്ടോ, നല്ല ഭംഗിയായിട്ടാണ് പറമ്പിട്ടിരിക്കുന്നത്. ഒരു കാട് പോലും ഇല്ലെന്ന് വേണേൽ പറയാം. ഒരു സൈഡ് കാട് പറിച്ച് തീർന്നു കഴിയുമ്പോൾ അടുത്ത സൈഡ് കാടാകുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടത്തേക്ക് ഈ കഴിഞ്ഞ ഇടയിൽ പറിച്ച് കളഞ്ഞാണെന്ന് ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഒരു മണ്ട ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മുടെ കാട്. ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ താഴെ ഒരു കുഴിയിലായിട്ട് വീട് വരും. അപ്പം തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കയറിയിറക്കം പാടാണ്. ഇവിടെ ഒരു കയറൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. കയറെ പിടിച്ചാണ് വാപ്പച്ചി കയറിപ്പോകുന്നത്. എനിക്ക് കയറൊന്നും വേണ്ട, പതിയെ ഇറങ്ങി പോരുന്നു. കാടെല്ലാം കണ്ട് കറങ്ങി തിരിഞ്ഞ് വരുമ്പോഴേക്കും ഏകദേശം അമ്മച്ചി പായസം ഇത്രത്തോളം സെറ്റാക്കി കേട്ടോ. തേങ്ങയൊക്കെ 3 പ്രാവശ്യം പാലെടുത്തിട്ട് ആ 3-ാം പാലിലേക്ക് അടയിട്ട് കൊടുത്ത് ശർക്കര ഉരുക്കിയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നതാണ്. അപ്പം ഇതിൻ്റെ ഫുൾ വീഡിയോ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് ചെയ്യരുതെന്ന് പറഞ്ഞ് പോയതാണ്. ഞാൻ പറമ്പിൽ നിന്ന് ഇറങ്ങി വരാൻ കുറച്ചൊന്ന് താമസിച്ചുകൊണ്ട് അമ്മച്ചി ഞാൻ വന്നപ്പോഴേക്കും ചെയ്ത് തുടങ്ങിയിരുന്നു. സാധാരണ പായസം വെക്കുന്ന പോലെ അല്ല വെച്ചത്, അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ എടുക്കാമെന്ന് തന്നെ വിചാരിച്ചത്. വ്യത്യസ്ത രീതിയിലാണ് ഞാൻ അടയൊക്കെ ഒന്ന് വേവിച്ചിട്ട് അടപ്പായസം വെച്ചേ കണ്ടിട്ടുള്ളൂ. ഇത് അട നേരെ നെയ്ക്കകത്ത് വറുത്തെടുത്തിരിക്കുകയാണ്. ഞാൻ ഇവരോട് ചോദിച്ചു ഇത് കല്ലിച്ച് പോവുകയല്ലേന്ന്. അപ്പോൾ ഇവർ കഴിഞ്ഞ ദിവസം ഇങ്ങനൊരു പായസം കുടിച്ചാണ്, നല്ല ടേസ്റ്റായിരുന്നെന്ന് പറഞ്ഞ് തന്നെ കൊതിപ്പിച്ച് കളഞ്ഞു. എന്താണേലും നമുക്കിത് വെച്ച് കുടിച്ച് നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ നല്ല ടേസ്റ്റാണോ എന്ന്. ഇനി കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അടി പിടിക്കാതിരിക്കാൻ. മോൾക്ക് പരീക്ഷ നടക്കുമായിരുന്നു. അവൾ സ്കൂൾ വിട്ട് എത്തിയിട്ടുണ്ട്.
അതെന്തുവാ അതെന്നാടാ? ഹായ് ചേച്ചി, മാമി വിളിച്ചേ. ഹായ് കേട്ടോ ഈശോന്റെ ഹായ് ഹായ്. അവൻ ഉറക്കമായിരുന്നു കേട്ടോ. സൈറാക്കച്ചി വന്നപ്പോഴത്തേക്ക് ഇച്ചപ്പൻ എഴുന്നേറ്റും വന്നു. കണ്ടോ, കളിയും തുടങ്ങി രണ്ടുപേരും കൂടി. ഇപ്പം വർത്തമാനമൊക്കെ പറഞ്ഞു തുടങ്ങി. ഇപ്പം കളിയിലായതുകൊണ്ട് വീഡിയോയും കൊണ്ട് ചെല്ലുമ്പോഴത്തേനും വർത്തമാനം പറയാതെ കളിക്കാനായിട്ട് പോകും കേട്ടോ. അപ്പോൾ ദാണ്ട അമ്മച്ചിയുടെ പായസത്തിനുള്ള മുന്തിരിങ്ങയൊക്കെ വറുത്തിട്ടു, കുറച്ച് വറുത്തിട്ട് കൊടുത്തു. മുന്തിരിങ്ങ കുറേ നേരമായിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് വാരിയാണ് കേട്ടോ വറുത്തെടുക്കുന്നത്. അണ്ടിപ്പരിപ്പൊക്കെ ആദ്യം തന്നെ വറുത്തിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ മുന്തിരിങ്ങ വറക്കുന്ന ഭാഗത്ത് എത്തിയുള്ളൂ കേട്ടോ. മക്കളുടെ കൂടെ കളിക്കാൻ പോയതെന്ന് തന്നെ പറയണം. പിള്ളേരുടെ കൂടെ പോയി കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയത്തില്ല, അതാണ് സംഭവിച്ചു പോയത്. അപ്പോൾ അതെല്ലാം കൂടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി വരുന്ന കുറച്ച് നെയ്യും കൂടെ അതിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം പായസമൊക്കെ ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണെന്ന് തന്നെ പറയണം. അപ്പം ഇനി ഇതിലേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ച് കൊടുക്കണം. തേങ്ങാപ്പാലിലാണ് ഇത്രയും പായസവും വെച്ചേക്കുന്നത്. ഇനി ഇവിടെ ഒരു 1/2 ലിറ്റർ പാല് പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കിയെടുത്ത് ഇതൊന്ന് കുറുകി വരുമ്പോഴേക്കും ഏലക്കയും ചുക്കും ജീരകവും എല്ലാം ഇട്ട് കൊടുത്ത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഏകദേശം പായസം ഇവിടെ വെന്തപ്പത്തിന് വാപ്പിച്ച് വന്ന് ഏകദേശം ചൂടാറിയെന്ന് തന്നെ പറയാം. കുറച്ച് നേരമായി വെന്തിട്ട്. അപ്പം വാപ്പച്ചി വന്ന് കോരിയെടുത്തതാണ് വാപ്പച്ചിക്കുള്ളത്. അപ്പം മധുരങ്ങൾ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഷുഗറും ഒത്തിരി കൂടുതലാണ്, എങ്കിലും മധുരം കണ്ടു കഴിഞ്ഞാൽ വാപ്പച്ചി വിടുകയില്ല, കോരി കഴിച്ചോളും. ഓണത്തിന് പായസം വെക്കണമെന്നും പറഞ്ഞ് ഇവിടെ വീട്ടിലേക്കും അടയും ശർക്കരയും തേങ്ങയും സാധനങ്ങളും എല്ലാം വാപ്പച്ചി വാങ്ങിച്ചു തന്നിരുന്നു. എനിക്കും വാങ്ങിച്ചു തന്നിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഇതുവരെയും വെച്ച് തിരക്കും പനിയൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് പായസം വെക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇനി വേണം വീട്ടിലെ പായസം വെക്കാൻ. പിള്ളേർക്ക് അവധിയുള്ള ദിവസം നോക്കി എന്താണേലും വെറൈറ്റി ആയിട്ട് ആ പായസം വെച്ചതെന്ന് ഞാൻ പറഞ്ഞില്ലേ, അടിപൊളിയായിരുന്നു കേട്ടോ. ഹായ്, പായസം എന്തി പായസോ? കൊള്ളാവോ മോനെ? പായസം കൊള്ളാവോടി? സൂപ്പറാ കാണിച്ചേ, സൂപ്പറാ കാണിച്ചേ. ഉപ്പ് ഇങ്ങനെ കാണിക്കുന്നു. പായസം കൂടി എല്ലാം കഴിഞ്ഞ് ഒരു 3-3:30 ആയി കേട്ടോ. ചോറൊക്കെ ഉണ്ണാനായിട്ട് ഇരുന്നപ്പോൾ നാണ്ട അടിപൊളി പാമ്പായുടെ കറിയും ഉള്ളിത്തീയലും അങ്ങനെ എന്തൊക്കെയോ കറികളുണ്ടായിരുന്നു. എല്ലാം കറക്റ്റായിട്ട് നോക്കാനൊന്നും ടൈമില്ല കേട്ടോ. എനിക്ക് പിള്ളേർ സ്കൂളിൽ വിട്ട് വരും, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞാനിങ്ങനെ പോരുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാന്താരി പറിച്ചിട്ടാണ് വന്നത്. കണ്ടോ, ഒരു 5-6 കാന്താരി പറിച്ചെടുത്ത് കേട്ടോ. കാന്താരി കുറവായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. നമ്മളെ വീട്ടിൽ നിന്ന് പോരാൻ നേരം സൈറാമോൾ എനിക്ക് ടാറ്റ തരാൻ വേണ്ടി വന്ന് നിൽക്കുന്നതാണ്. കുഞ്ഞു വിശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ.